ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഷാനു ഷാജി. ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുന്നതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അത് നമ്മളെ ബ്രെയിൻ പവർ ബൂസ്റ്റ് ചെയ്യും, മൈൻഡ് ഷാർപ്പൻ ചെയ്യും, ഡെസിഷൻ മേക്കിംഗ് എൻഹാൻസ് ചെയ്യും, കൾച്ചറൽ ബാരിയേഴ്സ് കുറയ്ക്കും, ബെറ്റർ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ചാൻസസ് കൂട്ടും. പക്ഷെ ഒരു ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി ഒരു ക്ലാസ്സസ് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ക്ലാസ്സസ് അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. ഇനി അവൈലബിൾ ആണെങ്കിൽ തന്നെ അത് അറ്റൻഡ് ചെയ്യാനുള്ള ടൈമിങ്, അത് മാത്രമല്ല അതിന്റെ ഫീസ്, അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ നോക്കി പഠിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 ചാനൽ കണ്ടു കഴിയുമ്പോഴേക്ക് പിന്നെ നമ്മൾ ബോറടിച്ച സൈഡിലേക്ക് മാറ്റി വെക്കും. ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ലാംഗ്വേജ് ലേണിംഗ് ആപ്പാണ് ഡുവലിംഗോ, DUOLINGO. ഈ ആപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒട്ടുമിക്ക എല്ലാ മേജർ ലാംഗ്വേജസ്, ഇംഗ്ലീഷ്, ജർമ്മൻ, ഫ്രഞ്ച്, സ്പാനിഷ്, ഇറ്റാലിയൻ, പോർച്ചുഗീസ്, റഷ്യൻ, ചൈനീസ്, കൊറിയൻ, അതുപോലുള്ള എല്ലാ ലാംഗ്വേജസും ഇതിനകത്ത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പഠിക്കാൻ അവൈലബിൾ ആണ്. കംപ്ലീറ്റ്ലി ഫ്രീ. ഇതിന്റെ എല്ലാ ഫീച്ചേഴ്സും ഫ്രീ ആണ്. ഒറ്റ രൂപ പോലും നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 1 രൂപ പോലും സ്പെൻഡ് ചെയ്യാതെ ലാംഗ്വേജ് പഠിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ഡുവലിംഗോ. അതുപോലെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരു ആപ്പ് വേറെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിന്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യൻ ലാംഗ്വേജസ് ആയ തമിഴ്, കന്നഡ, തെലുഗു ഇതേപോലുള്ള അതാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഇപ്പോൾ ഇതിനകത്ത് അവൈലബിൾ അല്ല. ഹിന്ദി മാത്രമാണ് ഇപ്പോൾ ഡുവലിംഗോയിൽ പഠിക്കാൻ വേണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഫ്യൂച്ചറിൽ വേറെ ലാംഗ്വേജസും ചിലപ്പോൾ വന്നേക്കാം. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഡുവലിംഗോ ജോയിൻ ചെയ്തതിന് ശേഷം അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ്, പഠിക്കാൻ നോക്കുന്ന ലാംഗ്വേജ് ഏതാണ് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അവർ നിങ്ങളുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾ ഇതിനകത്ത് ബിഗിനർ ആണോ, എന്ന് വെച്ചാൽ നിങ്ങൾ തുടക്കക്കാരനാണോ, നിങ്ങൾ ഇത് മുന്നേ പഠിക്കാത്ത ലാംഗ്വേജ് ആണോ എന്നുള്ളത് ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഓൾറെഡി പഠിച്ച, അല്ലെങ്കിൽ ഇതിനകത്ത് ഇന്റർമീഡിയറ്റ് ലെവലിലുള്ള ആളാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ടീമാണോ, അത് വെറുതെ പ്രാക്ടീസിന് വേണ്ടി ഉപയോഗിക്കണോ, ഇതെന്താന്നുള്ള കാര്യങ്ങൾ അവർ ചോദിക്കും. അപ്പോൾ നിങ്ങളെ ലെവൽ ഓഫ് പ്രൊഫിഷ്യൻസി, ബിഗിനർ ആണെങ്കിൽ ബിഗിനർ ടിക്ക് ചെയ്യുക, ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ ഇന്റർമീഡിയറ്റ് ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇത് വെറുതെ പ്രാക്ടീസിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അഡ്വാൻസ്ഡ് എന്നുള്ളത് ടിക്ക് ചെയ്യുക. ഇത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ള ലാംഗ്വേജ് ലേണിംഗ് ആപ്സിനെ മാതിരി പഠിക്കുക എന്നുള്ള കോൺസെപ്റ്റിൽ ഉപരി ഇതൊരു ഗെയിം പോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പല പല ലെവൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെ പ്രൊഫിഷ്യൻസി കൂടുന്നതിനനുസരിച്ച് ഓരോ ലെവൽ പാസ്സായി വരും. അപ്പോൾ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ട്സ്, ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അതിന് ശേഷം നിങ്ങൾ ഓരോ ലെവൽ ക്ലിയർ ചെയ്യുമ്പോൾ ഒരു പോയിന്റ് സിസ്റ്റം, ഒരു ടേബിൾ പോലെ കാണിക്കും. അപ്പോൾ അതിലൊരു ചെറിയ ടൈപ്പ് ഓഫ് കോമ്പറ്റീഷൻ പോലെ ഉണ്ടാക്കുകയും നമുക്ക് വീണ്ടും വീണ്ടും അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു കാര്യം ഉണ്ടാവുകയും ചെയ്യും. കൺവെൻഷണൽ ലേണിംഗ് മെത്തേഡ്സിൽ നിന്നും മാറി കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലെവലിലാണ് ഈ ആപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് ഒരു ലാംഗ്വേജ് പഠിക്കാനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഡുവലിംഗോ എന്നുള്ള ആപ്പ് യൂസ് ചെയ്യാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. കാരണം ഇതുപോലെ വേറൊരു ആപ്പ് അവൈലബിൾ അല്ല. കാരണം വേറെ ലാംഗ്വേജ് ലേണിംഗ് ആപ്സ് ഇതിനെക്കാട്ടി നല്ലത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ അല്ല. പല ഫീച്ചേഴ്സും നമുക്ക് പെയ്ഡ് ആണെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ലേണിംഗ് ആപ്പാണ് ഡുവലിംഗോ. ഇതിൽ മാക്സിമം ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഡെയിലി ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ പ്രാക്ടീസ് ചെയ്യുക ഡെയിലി. കാരണം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ മറന്നു പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഡെയിലി അങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഓരോ ദിവസവും പുതിയ പുതിയ വേർഡ്സ് പഠിക്കാനോ അതിലൂടെ നിങ്ങളുടെ വൊക്കാബുലറി നന്നാക്കാനും സാധിക്കുന്നതാണ്. ഇത് ഒരു ഗെയിം എന്ന രീതിയിൽ ഡിസൈൻ ചെയ്തത് കൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ലാംഗ്വേജ് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇതേമാതിരി കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എല്ലാ ലെവലും നിങ്ങൾ ക്ലിയർ ആക്കുകയാണെങ്കിൽ ആ ലാംഗ്വേജ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സംസാരിക്കാനുള്ള ലെവലിൽ നിങ്ങൾ എത്തുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷെ ഡുവലിംഗോ മാത്രം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി ഫ്ലുവന്റ് ആവും എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ, നിങ്ങളൊരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണെങ്കിൽ, നിങ്ങളൊരു പുതിയ ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ച ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഡുവലിംഗോ പോലെ ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്പ് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കൺസിസ്റ്റന്റ് ആണ് നോക്കുക. ഡെയിലി 5 മിനിറ്റ്, ഡെയിലി 10 മിനിറ്റ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈമിംഗ് ഫിക്സ് ചെയ്യുക. 5 മിനിറ്റ് എന്നായിട്ടുണ്ടെങ്കിൽ അത്ര വലിയ ടൈമൊന്നും അല്ലല്ലോ. ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരുപാട് ലാംഗ്വേജസ് ഒരേ ടൈമിൽ തന്നെ പഠിക്കാൻ വേണ്ടി നോക്കാണ്ടിരിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാരുടെ കൺഫ്യൂഷൻ ആയി പോകും, നിങ്ങൾക്കൊന്നും തലയിൽ കയറുണ്ടാവില്ല. ഒരു ലാംഗ്വേജ് മാത്രം ഫോക്കസ് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.